ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഉള്ളിയൊന്നും വഴറ്റാതെ, അധികം മസാലയൊന്നും ഉപയോഗിക്കാതെ, ബ്രെഡും കിഴങ്ങും ഒന്നും ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബട്ടർ മെൽറ്റായിട്ടൊന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ ബട്ടറൊക്കെ മെൽറ്റായി, ഓയിലും ബട്ടറൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 5 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറൊക്കെ ഈ ഒരു മൈദയിൽ ഒന്ന് കിട്ടണം കേട്ടോ. അതുവരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓരോ തവണ പാലൊഴിച്ച് കൊടുക്കുമ്പോഴും ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. സ്പാറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് 1/2 കപ്പ് മുഴുവൻ പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. തീ ഒരുപാട് വേണ്ട, കാരണം ഇത് പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയിട്ട് വരും. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഈ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് വേണ്ടി വേവിച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഞാനിതാ ഇതുപോലെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു പകുതി സവാള എടുത്തിട്ടുള്ളൂ. ചെറിയ സവാളയുടെ പകുതിയാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞതും. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ആയിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ അതുപോലെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ റോളിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഞാനിതാ ഒരു മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പീസും എടുത്തിട്ട് ഈ ഒരു മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ സേമിയ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇതെല്ലാം ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലുള്ള നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ എണ്ണയിൽ ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്